ഗൈസ് നമ്മൾ ഇന്ന് ഇന്തോനേഷ്യയിലെ ഏറ്റവും ഫേമസ് ഐലൻഡായ നുസ പെരിഡിയിലേക്കാണ് പോകുന്നത്. ബാലിയിൽ വന്നപ്പോൾ മുതൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ ഡീപ് ബ്ലൂ ബീച്ചസ് എക്സ്പ്ലോർ ചെയ്യണമെന്ന്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് 3 ബീച്ചസിലാണ് പോകുന്നത്. സോ ലെറ്റ്സ് എക്സ്പ്ലോർ നുസ പെരിഡ. സാധനം കാണുമ്പോൾ ശരിക്കും കപ്പുറത്ത് പോലെ എന്താ വല പിടിക്കാൻ പോണോ? ഇത് നോക്ക് എന്താണ് പൊന്നേച്ചി വേണ്ടാട്ടാ നിന്നെ സമ്മതിച്ചോളെ. പക്ഷെ ഇതിന്റെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ നമ്മൾ നാളെ തിരിച്ചു പോകും ഗൈസ്. അതുകൊണ്ട് നമുക്ക് അധികം സമയമില്ല, നമുക്ക് വേഗം ബീച്ച് കാണാം. ഗൈസ് ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മള് ഇന്നാണ് നുസ പെരിഡയിലേക്ക് പോകുന്നത്. അതെ അതെ. അപ്പൊ നമ്മള് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കയ്യിലെടുത്ത്, കാരണം 6:30 ആയപ്പോ തന്നെ ഡ്രൈവർ വന്നു. സോ വേഗം തന്നെ പോകാൻ വേണ്ടിട്ട് ടാനടിച്ച ആകെ സീനാണ് ഗൈസ്. അപ്പൊ നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഞാൻ കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. കഴിച്ചോളൂ. ഞാൻ മൂട്ടാ വേഗം 1 hour ഉണ്ട് നമുക്ക്. അപ്പൊ നമ്മൾ അതിനുള്ളിൽ വേഗം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ വേഗം എത്താം. അപ്പൊ ഗൈസ് നമ്മളിതാ രാവിലെ തന്നെ കുളിച്ച് റെഡി ആയിട്ട് നമ്മുടെ ഡ്രൈവർ ഇന്ന് നമ്മളൊരു ബോട്ട് ചെട്ടിയിലാണ് കൊണ്ടുവന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്നൊരു ഐലൻഡിലാണ് കേട്ടോ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ടെമ്പിളിൽ പോകുന്നതിന് മുന്നേ നമ്മൾ ഇവിടെ പോകുന്നതാണ് വിചാരിച്ചത്. യെസ് ഗൈസ്, നമ്മളിന്ന് നുസ പെരിഡയിലേക്ക് പോവുകയാണ്. അപ്പൊ നമുക്ക് വേറെ ടിക്കറ്റ്സ് ഒക്കെ ഇവർ നേരത്തെ തന്നെ എടുത്ത് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഒരു ½ an hour തന്നെ നമ്മൾ ക്രൂസ് എടുക്കും. അപ്പോൾ ഒരു 5-10 മിനിറ്റ് നമ്മൾ കാത്തിരുന്നതിന് ശേഷം നമ്മളിതാ ബോട്ടിലേക്ക് കയറാൻ പോവാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ അടുത്തേക്ക് അത്യാവശ്യം നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന് പറയുന്ന പോലെയാണ്. ആദ്യം വരുന്നവർക്ക് സൈഡ് സീറ്റിൽ ഇരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതാ ഫാസ്റ്റായിട്ട് പോവുകയാണ് വേഗം സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 10-15 മിനിറ്റിനുള്ളിൽ എല്ലാവരും കയറിയിട്ട് നമ്മുടെ ബോട്ട് ഇതാ എടുക്കാണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കടലിൽ കൂടെ യാത്ര ചെയ്യാൻ പോകുന്നത്. കൊച്ചിയിൽ വാട്ടർ മെട്രോയിൽ കയറിയിട്ടുണ്ടെങ്കിലും അങ്ങനെ കായലിൽ കൂടെ പോകുമ്പോൾ ഒരുപാട് മൂവ്മെന്റ്സ് ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കടലിൽ കൂടെ പോകുമ്പോൾ ഭയങ്കര മൂവ്മെന്റ് ഒക്കെ ആയിരിക്കും എന്നാണ് രാമൂട്ടൻ പറഞ്ഞതിനെ പേടിപ്പിച്ചേക്കണത്. അപ്പം എങ്ങനെയാവും നമുക്ക് നോക്കാം. ആദ്യം നമ്മുടെ ബോട്ട് ഭയങ്കര സ്ലോയിൽ പോയി തുടങ്ങി, ഇപ്പം ഭയങ്കര ഫാസ്റ്റിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ വേവ് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്. ചില സമയത്ത് ഒരു വശമൊക്കെ ഇങ്ങനെ നല്ലോണം താഴ്ന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും മുങ്ങാൻ പോണ പോലെയാന്നൊക്കെ പേടിയാവുന്നുണ്ട്. ബട്ട് പിന്നെയും അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ആ ഒരു പേടിയൊക്കെ മാറും. പക്ഷെ കുറച്ചങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ഒരു എന്താ പറയുക നടുക്കടൽ എന്നൊക്കെ പറയില്ലേ, അവിടെ എത്തിയപ്പോഴത്തേക്കും കുറച്ചും കൂടെ ബോട്ടിൻ്റെ മൂവ്മെൻറ്റ്സ് കൂടി കേട്ടോ. അവസാനം ഇത് എത്താത്തേ എന്നുള്ള തോന്നലായിരുന്നു, കാരണം നമുക്ക് 45 മിനിറ്റ് ഉണ്ട് ട്രാവലിംഗ് ടൈം. ഇപ്പോൾ കുറച്ച് നേരം വീഡിയോസും ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞാനും രാമണ്ണും റെസ്റ്റ് ചെയ്തു. ആൻഡ് ഫൈനലി നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ നുസ പെരിഡയിലേക്ക് എത്തിപ്പോയി ഗൈസ്. വന്നിറങ്ങിയപ്പോൾ തന്നെ ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് ഇവിടുത്തെ കടലിൻ്റെ കളറാണ് കേട്ടോ. നല്ല ഡീപ് ബ്ലൂ ആയിട്ടുള്ള കളർ കാണുമ്പോൾ തന്നെ എടുത്ത് ചാടാനാണ് തോന്നുന്നത്. സോ ഇന്ന് ബീച്ചസ് കാണാൻ ഞാൻ അത്രയും എക്സൈറ്റഡ് ആണ്, കാരണം ഈ ഒരു നീല കടലിൽ ഇറങ്ങി നിന്ന് കുളിക്കും ഗൈസ്. അങ്ങനെ നമ്മൾ നുസ പെരിഡയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ബ്രോക്കൺ ബീച്ച്, ക്രിസ്റ്റൽ ബേ, പിന്നെ ഒരു ബീച്ച് ഇവിടെ ഉണ്ടല്ലോ രാമൂട്ട. ഇവിടെയൊക്കെ നമ്മൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അതെ, കടലിൽ കൂടെ ഫസ്റ്റ് ടൈമാണ് രാമൂടെ മുന്നേ. ഫസ്റ്റ് ടൈമാണ് കടലിൽ കൂടെ ബോട്ടിൽ ഇങ്ങനെ 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 ഇങ്ങനെ. ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോ, കാരണം നമ്മൾ ഡീപ്പായിട്ടുള്ള സൈഡിൽ എത്തുമ്പോഴാണ് തോന്നുന്നു ഭയങ്കര വില വന്നിട്ട് രാമോണ്ട് ഉറങ്ങണായിരുന്നു. ഇങ്ങനെ തിങ്ങനെ 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 രാമോണ്ട് ഉറങ്ങി. രാമോണ്ട് കടൽക്കാറ്റടിച്ചപ്പോ ഉറങ്ങിക്കളോ ഞങ്ങള്. എനിക്ക് ഉറങ്ങാൻ പേടിയായി. പക്ഷേ അല്ലേ അവിടത്തേക്കാൾ നല്ല സ്ട്രോങ് വെയിലാണ് ഇവിടെ. ക്യാമറയിൽ പെടുന്നുണ്ടോന്ന് പോലും അറിയില്ല. പെടുന്നുണ്ടാവുമായിരിക്കും, നമുക്ക് അങ്ങോട്ടേക്ക് നോക്കാൻ പറ്റുന്നില്ല, കാരണം അത്രയും വെയിലാണ്. നമ്മുടെ കേരളത്തിലെ പോലത്തെ വെയിലും കൂടെ ആയിരുന്നെങ്കിൽ ഓക്കെ ടീക്കാണ്. ഇന്തോനേഷ്യയിൽ തന്നെ നമുക്ക് 3 ടൈം സോൺസ് ഉണ്ട് അല്ല. അപ്പം ബാലി മാത്രമായിട്ട് കാണാനുള്ള ഒരു ഇന്തോനേഷ്യൻ ട്രിപ്പ് പോകണം ശരിക്കും. ഇനിയും കുറെ സ്ഥലങ്ങളുണ്ട് എന്നാ പറഞ്ഞത്, എക്സ്പ്ലോർ ചെയ്യാത്ത ഇന്തോനേഷ്യയിലത്തെ സ്ഥലം കൂടെ കാണണം. പിന്നെ നമ്മളിപ്പോ നിൽക്കുന്നത് വെസ്റ്റിലാണ് വന്നിട്ടുള്ളത്. ഇത് കൂടാതെ ഈസ്റ്റിലുണ്ട്. ഈസ്റ്റിലൊക്കെയാണ് ട്രീ ഹൗസ്, ഡയമണ്ട് ബീച്ച് ഒക്കെ വരുന്നത്. നമ്മള് വെസ്റ്റിലേക്ക് നടന്നിട്ട് 4 ബീച്ച് ഉണ്ട്. ബീച്ച്, ക്രിസ്റ്റൽ ബേ, പിന്നെ വേറെന്തെങ്കിലും പറഞ്ഞായിരുന്നേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങള് ഓർക്കുന്നില്ല. അവിടെ എത്തുമ്പോ പറയാം. ബോർഡ് കാണട്ടെ, വല്ല ബോർഡും വായിക്കാൻ പറ്റുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഗൈസ് നമ്മളുടെ
ഫസ്റ്റ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ബ്രോക്കൺ ബീച്ച്. സോ നമ്മുടെ ഡ്രൈവർ നമ്മുടെ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മളോട് പറഞ്ഞു ഓരോ സ്ഥലത്തും 15 minutes സമയം തരാം, നിങ്ങൾ എൻജോയ് ചെയ്തോളൂ. അതെ, യു റിലാക്സ് ആൻഡ് Enjoy. എൻജോയ് ഫോർ 15 minutes. 50 ആണ്. ഓ മാൻ, ഇത് ലുക്കടാ. ഓ പറഞ്ഞ ഇത് നോക്കിയേ. അപ്പോൾ ഗൈസ് നമ്മളുടെ ആ ബോട്ടൊക്കെ ഇറങ്ങിയിട്ട് ഫസ്റ്റ് വന്നത് ഏഞ്ചൽസ് ബില്ലാബോങ്ങിലും ബ്രോക്കൺ ബീച്ചിലാണ്. ഇത് രണ്ടും അടുത്തടുത്ത സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ. സോ നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് പോന്നു. ഈ ഒരു സ്ഥലത്തിൻ്റെ ബ്യൂട്ടി പറയാതിരിക്കാൻ പറ്റില്ല, അത്രയും ബ്യൂട്ടിഫുൾ ആണ്. നമ്മൾ ഈ ഹൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു ഡീപ്പ് ബ്ലൂ സീ കാണാം. അപ്പോൾ ഇത് ബ്രോക്കൺ ബീച്ച് എന്നാണ് ഈ ഒരു ബീച്ചിൻ്റെ പേര്. നമുക്ക് താഴേക്ക് ശരിക്കും കാണാൻ പറ്റും, പക്ഷെ അങ്ങോട്ടേക്ക് ബീച്ചായിട്ടില്ല, അതുകൊണ്ട് നമുക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റില്ല. ആൻഡ് ഏഞ്ചൽസ് ബില്ലാബോങ് എന്ന് പറഞ്ഞ ഈ ഒരു സ്പോട്ടാണെങ്കിലും നമുക്ക് ഫോട്ടോസ് എടുക്കാനേ പറ്റുള്ളൂ. ഈ ഇൻസ്റ്റഗ്രാം വേഴ്സസ് റിയാലിറ്റി റീൽ വേഴ്സസ് റിയാലിറ്റി എന്നൊക്കെ പറയണ പോലെ ഉണ്ടായിരുന്നു. അതിപ്പോ എന്റെ റീല് കണ്ടപ്പോ എല്ലാരും പക്ഷെ ഗായ്സ് സത്യമായിട്ടും നല്ല കഷ്ടപ്പാടുണ്ട്. അതിപ്പോ നമ്മൾ എവിടെ പോയാലും മലയും കുന്നൊക്കെ കയറണ ഒരു കഷ്ടപ്പാടില്ലേ, പക്ഷെ ഇത് കുറച്ച് ഇരട്ടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാരണം വേറൊന്നുമല്ല, പൊരിഞ്ഞ പേര് ഇത്ര ഉണ്ട് ഇവിടെ. What's the temperature here? What's the temperature here? Temperature? Heat temperature? Yeah. അറിയാം. അവനെന്താന്നും കൂടെ ചോദിക്കും. അപ്പൊ നമ്മൾ ഇനി പോകുന്നത് where we are heading to? Where we are heading? Where we are going? Clinking Beach. നമ്മളിനി പോകുന്നത് ക്ലിങ്കിങ് ബീച്ചിലേക്കാണ്. കേറി വന്നതിന്റെ കൊറേ Crystal Bay. Lunch. Okay. Then Crystal Bay, right? Okay. നമ്മള് അയ്യോ, റോഡൊക്കെ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ റോഡാണ് ഇവിടെ. അവിടെ കുഴപ്പമുണ്ടായില്ല, പക്ഷെ ഇവിടെ അങ്ങനത്തെ റോഡ്. കേറി വന്നതിന്റെ കൊറേ ആ വ്യൂ അടിപൊളിയാണ്. ഇത് എത്രത്തോളം കിട്ടും എന്നുള്ളത് നമുക്കറിയില്ല, സാധനം അടിപൊളിയായിരുന്നു അല്ലേ. നല്ല നീല കളർ കടല്. പിന്നെ അടുത്തേക്ക് കാണാം. ഏഞ്ചൽസ് ബെല്ലിംബോങ്ങും ബ്രോക്കൺ ബീച്ചും കണ്ടതിന് ശേഷം നമ്മൾ ഇനി അടുത്തതായിട്ട് പോകുന്നത് കെലിംഫിങ് ബീച്ചിലേക്കാണ്. നമ്മൾ ഈ ബാലി എന്നൊക്കെ പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നൊരു ഫോട്ടോയില്ലേ, യെസ്, അങ്ങോട്ടേക്കാണ് നമ്മളിനി പോകുന്നത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ ഇടയ്ക്ക് വെച്ച് വാഷ്റൂമിൽ കയറിയിട്ട് ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തു കേട്ടോ. കാരണം നമ്മൾ എല്ലാ ബീച്ചും സെയിം ഡേ തന്നെയാണ് കാണുന്നത്, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വേണ്ടേ ഫോട്ടോസിൽ, അതുകൊണ്ടാണ് ഡ്രസ്സ് മാറിയത്. പക്ഷെ ഡ്രസ്സ് മാറാൻ കയറിയ സ്ഥലത്ത് ഭയങ്കര കോമഡി ആയിരുന്നു. കാരണം അവിടെ വലിയ പല്ലുകളായിരുന്നു വോളിൽ. ഞാൻ ആകെ പേടിച്ചു പോയി. പക്ഷെ വേഗം തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതാ ഞങ്ങൾ പോവുകയാണ് കെലിംഫിങ് ബീച്ചിലേക്ക്. അപ്പോൾ ഈ ബീച്ചിൻ്റെ താഴത്തേക്ക് ഒരുപാട് പടികൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ഹിഡൻ സ്പോട്ട് ഉണ്ട്. അങ്ങോട്ട് പോകണം, അവിടേക്ക് ഇറങ്ങണം എന്നാണ് ഉദ്ദേശം. നമുക്ക് നോക്കാം. അങ്ങനെ ഗൈസ്, ഞാൻ ദാ ഫോട്ടോസിൽ മാത്രം കണ്ടിട്ടുള്ള കെലിംഫിങ് ബീച്ച് ദാ ഇത് കൺമുന്നിൽ. ഈ വ്യൂ ഭയങ്കര പ്രത്യേകം കേട്ടോ, കാരണം അത്രയ്ക്കും രസമാണ് ഇത് കാണാനായിട്ട്. ചുറ്റിന് നല്ല നീലക്കടലും ദാ പിന്നെ വലിയൊരു റോക്കും ദാ കണ്ടില്ലേ, അവിടെ ഒരു ബീച്ച് പോർഷൻ കണ്ടില്ലേ. ആ ബീച്ച് പോർഷൻ്റെ താഴേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും, പക്ഷെ കുറേ പടികളുണ്ട്. അവിടെ ആൾക്കാർ നല്ല രീതിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങോട്ടേക്ക് ഇറങ്ങാനായിട്ട്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങി പോകാൻ പറ്റുമോയെന്ന് അറിയില്ല. എന്തായാലും വന്ന സ്ഥിതിക്ക് ബാക്കിൽ ഈ റോക്കും സീ വാട്ടറൊക്കെ വരുന്ന രീതിക്ക് നമുക്കൊരു ഫോട്ടോ എടുക്കാം. അമ്മേതാരാ അടിപൊളി വ്യൂ അല്ലേ? വ്യൂ അടിപൊളിയല്ലേ ഗൈസ്, സൂപ്പർ വ്യൂ ആണ്. അതിന്റെ താഴത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടേക്ക് ഒരുപാട് പേര് അങ്ങോട്ട് പോവാറില്ല. അപ്പൊ അവിടെ ഭയങ്കര ക്രൗഡ് കുറവായിരിക്കും. അതുകൊണ്ട് കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് വ്യൂ ആസ്വദിക്കാൻ പറ്റും താഴെ. പക്ഷെ നമ്മൾ താഴേക്ക് എന്താ പോകാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്രൂയിസ് 3:30 4 മണിക്ക് 4:30 ആകുമ്പോഴാണ് നമ്മുടെ ക്രൂയിസ്. അപ്പൊ നമ്മൾ അവിടെ ഇറങ്ങുമ്പോൾ 35 minutes ഉണ്ട്. പിന്നെ അവിടെ പോയി നമ്മൾ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നുള്ള അരമണിക്കൂറും കൊണ്ടൊന്നും നമ്മൾ കയറി വരുന്നത്. കയറാൻ 1.5 മണിക്കൂർ, കാരണം അത്രയും
ഇങ്ങനെ കുത്തനെ കിടക്കാല്ലോ. അപ്പൊ നമ്മള് അത്രയും സ്റ്റെപ്സ് കയറി ഇറങ്ങാന്ന് പറയുന്നത് ഭയങ്കര ടാസ്ക് ആണ്. അപ്പൊ നമുക്ക് ആ ടൈം കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. അപ്പം ക്ലിംപിങ്ങിൽ വരുന്നവരൊന്ന് ശ്രദ്ധിക്കുക, ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആയിരിക്കും നല്ലത്. ഈ മൊത്തം പരിപാടികളും ഒരു ദിവസം ഒരു ഹാഫ് ഡേ എങ്കിലും ഇവിടെ ക്ലിംപിങ്ങിൽ ഫുൾ സ്പെൻഡ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതുപോലെ ക്രൂയിസ് തിരിച്ച് അന്ന് തന്നെ പോണത്. നമ്മൾ ഇവിടെ റൂം എടുക്കുകയാണെങ്കിൽ പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. പക്ഷെ റൂം അവിടെ ചെയ്തുകൊണ്ട് നമ്മള് ഫുഡ് കഴിക്കാൻ അതുപോലെ ചൂടും ടയർഡും. ദെൻ ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം എഗെയിൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് വന്നേക്കാണ്. അപ്പോൾ ഈ ഒരു ബീച്ചിൻ്റെ പേര് ക്രിസ്റ്റൽ ബേ എന്നാണ് കേട്ടോ. പേര് പോലെ തന്നെ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് ഇവിടെ. പക്ഷെ ഇവിടുത്തെ ചൂട് അതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. പക്ഷെ നമ്മൾ കടലിലേക്ക് ജസ്റ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ കാണാം നല്ല തണുത്ത വെള്ളമാണ്. കടൽ കാണുമ്പോൾ കുളിക്കാനും തോന്നുന്നുണ്ട്. പക്ഷേ ചൂട് കാരണം ഇറങ്ങണോ വേണ്ടിയോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. എന്തായാലും കടപ്പുറത്തേക്ക് കൂടി കുറച്ച് നേരം നടക്കാമല്ലേ. അങ്ങനെ ക്രിസ്റ്റൽ ബേയുടെ ബ്യൂട്ടി കുറേ നേരം കണ്ടു നിന്നിട്ട് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് കുളിച്ചു കേട്ടോ. ഒരുപാട് സമയം എടുത്തില്ല, കാരണം 3 o'clock ആയി. ഓൾറെഡി ആകെ ഹാഫ് ആൻ അവറും കൂടെ ഉള്ളൂ നമ്മുടെ ബോട്ട് വരാനായിട്ട്. സോ ഞങ്ങൾ കുറച്ച് നേരം കുളിച്ചിട്ട് നേരെ കയറി പോവാണ് ഗൈസ്. അപ്പൊ ഗൈസ് നമ്മളിതാ ക്രിസ്റ്റൽ ഡ്രസ് നല്ല നല്ല കുളിയായിരുന്നല്ലേ. അടിപൊളി ബീച്ച്, ക്രിസ്റ്റൽ ക്ലിയർ. ക്രിസ്റ്റൽ ബേ എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ബേ എന്ന് പറഞ്ഞ ബീച്ച് സൂപ്പർ ആയിട്ടുണ്ട്. കാരണം നമുക്ക് കണ്ണുകൊണ്ട് കാണാം. അവിടെ ഞങ്ങൾ കുളിച്ച് ഇത്രയും സാധനങ്ങൾ ഉള്ളതുകൊണ്ട് പിന്നെ ഞങ്ങള് ക്യാമറയും ഫോണും ഈ സാധനങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് വണ്ടിയിൽ വെച്ച് അതാ പറ്റിപ്പോയി. അല്ലെങ്കിൽ കുറച്ച് നല്ല വിഷ്വൽസുകൾ കാണിക്കായിരുന്നു. അതെ അതെ. അപ്പൊ ഗൈസ് നമ്മളിതാ തിരിച്ച് ബോട്ടിൽ കയറാൻ വേണ്ടിട്ട് ജെട്ടിയിൽ വന്നേക്കാണ്. ഇവനെവിടെ? ഇവിടെയുണ്ട്. നമുക്കിനി ഇവിടെ നിന്ന് എത്ര മണിക്കാ ബോട്ട്? 4 മണിക്കാണ് ബോട്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം. കുറച്ച് നേരത്തെ വന്നേക്കാണ്. അപ്പം നമ്മുടെ ഡ്രൈവർ നമ്മളതാ ഫെറിയിൽ ഡ്രോപ്പ് ചെയ്തു. നമ്മുടെ റിട്ടേൺ ടിക്കറ്റ്സ് ഇവർ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അവിടെ ചെന്നിട്ട് നമ്മൾ പേര് പറഞ്ഞാൽ മാത്രം മതി. അപ്പോഴത്തേക്കും നമ്മുടെ ടാഗ് കിട്ടും. അപ്പോൾ എഗെയിൻ ഒരു 45 minutes കഴിഞ്ഞിട്ട് നമ്മുടെ ഐലൻഡിലേക്ക് തിരിച്ച് നമ്മൾ പോവുകയാണ് ഗൈസ്. എന്തായാലും ബാലിയിൽ വന്നിട്ട് ന്യൂസ പെനഡയിലേക്ക് വന്ന ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല. കാരണം ബാലി വന്നിട്ട് നമ്മൾ ബീച്ചസ് എന്നുള്ള ഒരു ഫീല് കിട്ടിയത് ഈ ഒരു ദിവസമാണ്. എല്ലാം വേഗം വേഗം കണ്ടതിൻ്റെ ഒരു സങ്കടമുണ്ട്. കാരണം ഓരോ സ്ഥലത്തും നമുക്ക് ഓരോ ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ന്യൂസ പെനഡയിലേക്ക് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും ഇവിടെ സ്റ്റേ ചെയ്യുക. കാരണം സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അങ്ങനെ ന്യൂസ പെനഡയോട് ടാറ്റ പറഞ്ഞിട്ട് ഞങ്ങൾ ഇതാ തിരിച്ച് വണ്ടി കയറി ഗൈസ്. സോറി, ബോട്ട് കയറി ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളാ ഇതും കഴിഞ്ഞ് ബാക്കി എടുത്തില്ലല്ലേ, എടുത്ത് നല്ലൊരു ഉറക്കവും കഴിഞ്ഞ് ടയേർഡാ. അപ്പോൾ ഇനി നാളെ ഞങ്ങൾ ചെക്കൗട്ടാണ് വരുന്നത്. അതും കൂടി കഴിഞ്ഞ് പിന്നെ ബാക്ക് നമ്മൾ തിരിച്ചെത്തി ഗൈസ്. അപ്പോൾ അയ്യോ പ്രത്യേകിച്ചൊന്നും പറയല്ലേ, ഉറങ്ങിയാലോ. അപ്പൊ ഗുഡ് നൈറ്റ് ഗൈസ്. എടാ ഗുഡ് നൈറ്റ്. സോ ഗൈസ് അപ്പൊ നമ്മളിതാ ഇന്ന് വെക്കേറ്റ് ചെയ്യാണ്. ബാലിയിൽ നിന്ന് നമ്മള് നാട്ടിലേക്ക് തിരിച്ചു പോവാണ്. നമുക്ക് ഫ്ലൈറ്റ് 5 മണിക്കല്ലേ? 5 മണിക്കാ? 5 മണിക്ക് 3 മണിക്ക് എയർപോർട്ടിൽ എത്തണം. 5 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ പോകുന്നതിന് മുന്നേ കുട്ടാ ബീച്ചിലും കൂടെ കയറിയിട്ട് പിന്നെ മാർക്കറ്റിലും കൂടെ പോയിട്ട് വേണം പോകാൻ. അപ്പൊ ഇതൊക്കെയാണ് പ്ലാൻ. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് വീഡിയോസ് എടുക്കാറുണ്ടായിരുന്നു രാവിലെ. മാത്രമല്ല പാക്കിംഗ് തന്നെ ഭയങ്കര മെസ്സി ആയിട്ടായിരുന്നു. കാരണം ആ റൂം ഞങ്ങൾ മാറിയ ഹോട്ടലിൽ നിന്ന് പിന്നെ രണ്ടാമതൊരു ഹോട്ടലിലേക്ക് വന്നു. അപ്പൊ കുറെ പാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ ഇപ്പൊ ഇറങ്ങാൻ പോവാണ്. 3 മണിക്ക് നമുക്ക് എയർപോർട്ടിൽ എത്തണം. അപ്പൊ അതിന് മുന്നേ ഡ്രൈവർ കാത്തിരിപ്പുണ്ട്. അതെ. അപ്പൊ ഗൈസ് കമോൺ, നമുക്ക് ഗൈസ്. അപ്പോ ഇന്ന് പോകുന്നതിന് മുന്നേ നമുക്ക് 2 കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഒന്ന് മാർക്കറ്റിൽ വരിക, പിന്നെ എന്ന് പറഞ്ഞാൽ കുട്ടാ ബീച്ചിലും. അപ്പോൾ മാർക്കറ്റിൽ ഇങ്ങനത്തെ ഷോപ്പുകളാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. സീ ഐറ്റംസ്, ഓഷ്യൻ തിങ്സ് വെച്ചിട്ട് ഉള്ള സംഭവങ്ങളുടെ മേക്കിംഗ്, ഇൻറ്റീരിയർ ഐറ്റംസും ഉണ്ട്, ഷോക്കേസ് ഐറ്റംസ് ഉണ്ട്, പിന്നെ ഇതുപോലെ തന്നെ ആക്സസറീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ബാലിന്ന് എഴുതിയ ടീഷർട്ട് വേണോ രാമൂട്ട? എന്തിനാ ബാലി പോയി എല്ലാവരും വിശ്വസിക്കാൻ. അതൊക്കെ നീ ഒരു വെള്ള ടീഷർട്ട് ഞാൻ എഴുതി തരാം ബാലി. എന്തോ ബൈ ദ വേ ഗൈസ്, ഞങ്ങൾ
ക്രിസ്റ്റൽ ബേ അല്ലേ രാമുട്ടാ? ക്രിസ്റ്റൽ ബേ എന്നൊരു സാധനം വാങ്ങിയായിരുന്നു. അതിന് ഇവിടെ എത്ര റേറ്റ് നോക്കാം. കൈസ് സാധനം കണ്ടത് ഷെല്ലും കൊണ്ട് ഉണ്ടാക്കിയതാണ്. നമ്മുടെ കർട്ടനൊക്കെ പോലെ. എനിക്ക് സാധനം കാണുമ്പോൾ ശരിക്കും കപ്പ പുറത്ത പോലെ കടിക്കാൻ ടെംപ്റ്റേഷനായിട്ട് പോയി കടിച്ച് കുറുക്കാൻ പറ്റി നോക്കണ്ട. പക്ഷെ നമ്മുടെ ഇത് എത്രയാണെന്ന് ഓരോ പീസ് വെച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു കർട്ടൻ പോലെ ഇടാൻ നല്ല രസമായിരിക്കും. ഞാൻ തന്നെ കടിച്ച് തിന്നുമെന്ന് തോന്നുന്നു. ചോദിച്ചോക്കാം. ഇങ്ങനെ ഡ്രസ് ഷോപ്പുകളുണ്ട്. ഡ്രസ്സിന്റെ ഇവളെ കണ്ടിട്ടാണെങ്കിൽ എല്ലാരും എന്തോ കാര്യമായിട്ട് വന്ന് ചോദിക്കുന്നുണ്ട്. എന്താ ചേച്ചി ഇവള് നോക്കത്തേ ഉള്ളൂ, ഒരു തേങ്ങയും വാങ്ങൂല. നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ്. ബ്രോഡ്വേയിൽ ഇവളെ കേറ്റത്തില്ല ഒരു കടയിൽ ഇവള് പൈസ ചോദിക്കുന്ന കാരണം. എന്താ വല പിടിക്കാൻ പോന്നോ? മീൻ പിടിക്കാൻ പോന്നോ? വലയില്ല. കിട്ടിയില്ലേ? ബാ 4 lakh. 4 വലക്ക. കുറേ നല്ല സാധനങ്ങളുണ്ട്. രാമുടനെ അടുത്ത സാധനമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. Big size, low price. Which one? Which you like? Which one you like? Which you like? 200. Huh? ഇത് മൊത്തം. This one and. Wow! Okay, bye. Hey, no, hey. അത് മൂന്നും കറക്റ്റാ. Okay, boss. 2 ലക്ഷമാണോ? ഇത് 3 2 തരില്ല. 25 25 only. അല്ല ഇത് 2 3 ഫെയർ ആണ്. This is 3 is fair price. Fair Because ആണ്. my wife is also said. First time she is saying that something is fair. You know? Normally she is saying everything is fair. Very clever. Yeah. Take it. ഉണ്ടല്ലോ. Hey, Yeah, ഞാൻ നിജണ്ട്. give me another. No po. Boss in there. ഇത് നോക്ക് ഇതെന്താണ് ബൈ. Put. അത്രേ ഉള്ളൂ. പുട്ടും പട്ടുമുള്ള കൊണ്ടോ. Okay. അങ്ങനെ കിട്ടി. Okay. രാമു Say, thank you. Okay. താങ്ക് യു. Thank you very much. Low price. This is the best price. Yo, Not very low cost. price. No. രാമു നിന്നെ സമ്മതിച്ചത്. Hey. Okay, one here. Low price. തുടങ്ങും അവനിപ്പോ. എന്റെ പൊന്നേച്ചി വേണ്ടാട്ടാ. രാമു സ്റ്റാർട്ട് എന്നൊക്കെ. എനിക്ക് വേണ്ട. ഇനിയിപ്പൊ കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല. No need. We are going today back to India. No, we are back to India. So no need. അപ്പൊ ഗൈസ് നമ്മള് എല്ലായിടത്തും കേറി വിലയൊക്കെ ചോദിച്ച് രാമൂട്ടന് അത്യാവശ്യം ബാർഗെയിനൊക്കെ ചെയ്തിട്ട് നമുക്ക് 2 ബാഗ്, പിന്നെന്താ വെച്ചാൽ പിന്നെ ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനം, പിന്നെ 2 ബ്രേസ്ലെറ്റ്സ്. പിന്നെ അതെ എടുക്കുന്നു. പിന്നെ നമ്മള് ഫോട്ടോ ഹാങ് ചെയ്യുന്ന സാധനം എല്ലാം കൂടി ഒരു 2 ലക്ഷം റുപ്യ പൊട്ടിച്ചു. പൈസ പോട്ടെ, പൈസ പോട്ടെ, പവർ വരട്ടെ. അപ്പൊ അടുത്ത വീഡിയോ കയറുമ്പോ അയാള് പറയാ കേട്ടല്ലേ കേട്ടണ്ട പൊക്കോ. എന്താണ് ഞങ്ങളിങ്ങനെ അപ്പോൾ ഗൈസ് നമ്മളിതാ കുട്ടാ ബീച്ചിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ച് പോവുകയാണ്. നമുക്ക് ഒരുപാട് അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല, കാരണം ഇവിടെ നല്ല വെയിലാണ്. ബീച്ചിലേക്ക് നമ്മൾ ഇറങ്ങിയില്ല. മാത്രമല്ല നമുക്ക് തിരിച്ച് വീട്ടിൽ പോകണ്ടേ. അപ്പം 3 മണിക്ക് നമുക്ക് എയർപോർട്ടിൽ എത്തണം. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാനും കൂടി ഇല്ല. അപ്പോൾ ഗൈസ് നമുക്കിതാ എയർപോർട്ടിലേക്ക് തിരിച്ച് പോകാം. നമ്മൾ ബോർഡിംഗ് പാസ് എടുത്ത് ചെക്ക് ഇൻ കഴിഞ്ഞിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്യണം. അപ്പേ ഞാൻ ബീച്ച് പേരൊക്കെയിട്ട് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോ ഇത് Irfan, yes. I'm so sorry. That's so wrong. Yes, because we used to call him bro, so that's why I forgot his name. അപ്പൊ നമ്മുടെ ഫുൾ കാര്യങ്ങൾ നോക്കിയത് ഇർഫാനാണ്. 4-5 ദിവസം വി ആർ വെരി സാറ്റിസ്ഫൈഡ്. അടിപൊളിയായിരുന്നു. നല്ല അടിപൊളിയായിട്ട് നമ്മളെ ഗൈഡ് ചെയ്തു, നമ്മള് വേണ്ട സ്ഥലത്തൊക്കെ കൊണ്ട് ആക്കി. ഭയങ്കര പേഷ്യന്റ് ആയിരുന്നു ആള്. അവിടെ ഇവിടെ പോയിട്ട് ഞങ്ങൾ ഓരോ സാധനം മറക്കുമ്പോഴും ആളത് നോക്കി കണ്ട്
Sir, did you forget anything? You took everything. എല്ലാം പറഞ്ഞ് നമ്മളെപ്പോഴും ചോദിക്കായിരുന്നു. So we are so happy and we had a very good time in Bali. Thank you so much for your service. അയ്യോ ഗൈസ്, നമ്മൾ ലേറ്റ് ആണ്. സോ നമ്മൾ വേഗം ചെല്ലട്ടെ കേട്ടോ. എല്ലാം ബോഡിയും കഴിഞ്ഞിട്ട് ചെക്കിനായിട്ട് പറയാവേ. ചാ. അപ്പൊ ഗൈസ് നമ്മളിതാ തിരിച്ച് കൊച്ചിയിലേക്ക് എത്തിയിരിക്കുകയാണ്, നമ്മുടെ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇനി നമ്മുടെ സ്റ്റുഡിയോയും നാടും വീടും നമ്മുടെ വണ്ടിയും. അപ്പൊ ഗൈസ്, ഞാനും രാമൂട്ടും കൊച്ചി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബാലി ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്.